ശരിയാണോ? ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടു എന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണമായി. അങ്ങനെ അയത്തുള്ള ഖമനി അരമണിക്കൂറിന്റെ ഉള്ളിൽ സംസാരിക്കുന്നൊക്കെ പറയുമ്പോ ചിരിയാണ് വരുന്നത്. പറയുന്നത് ശരിയല്ല, പക്ഷെ അതായത് മയ്യത്ത് സംസാരിക്കും എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും? ഇതിനു മുന്നേ റയീസി എന്ന് പറയുന്ന അവരുടെ മുന്നേ ഉണ്ടായിരുന്ന ആ നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ നമ്മുടെ ഇവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്ന അവസ്ഥയായിരുന്നു നമ്മുടെ നാട്ടിൽ. അതിനെതിരെ ഇവിടെ വലിയ പ്രക്ഷോഭം, ആക്രമണം ശരിയായില്ല എന്ന് പറയുന്നു. പക്ഷെ അതേസമയം ഇറാനിലെ ജനത അവർ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയായിരുന്നു, മിഠായി വിതരണം ചെയ്യായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇത് പ്രതിപക്ഷമോ അല്ലെങ്കിൽ ഭരണപക്ഷമോ അങ്ങനെ ചേരിതിരിഞ്ഞല്ല. അവിടുത്തെ ജനങ്ങൾ ഒന്നടങ്കം ഈ പറയുന്ന ആ ഭരണാധികാരി കൊല്ലപ്പെടുമ്പോൾ ആ നാട്ടിലിറങ്ങി ആഘോഷം സംഘടിപ്പിക്കുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം. അതിനെതിർത്ത് നിൽക്കുന്നത് ഈ പറയുന്ന IRGCയുടെയും അതുപോലെ തന്നെ ഈ തീവ്ര സ്വഭാവമുള്ള ആളുകൾ കുറച്ചുപേര് മാത്രമാണ് ഇതിനകത്ത് അനുകൂലമായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറുകൾ. ഈ ഇസ്ലാമിക് റവല്യൂഷൻ നടക്കുമ്പോൾ അന്ന് അതിൽ പങ്കെടുത്ത ആളുകൾ ഇന്ന് അവർ വലിയ പ്രായമുള്ള ആളുകളാണ്, ഉമ്മമാരൊക്കെയാണ്. ആ ഉമ്മമാരുടെ മക്കള് ഇന്ന് ഈ ഒരു പ്രക്ഷോഭം നടത്തുമ്പോൾ ഇത് ഈ ഇസ്ലാമിക് റെജിമിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രക്ഷോഭമാകുമ്പോൾ ഈ രണ്ട് പ്രക്ഷോഭത്തിലും പങ്കെടുക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് ഈ ഇസ്ലാമിക് റവല്യൂഷനിൽ പങ്കെടുത്ത ആളുകൾ. ഇതാണ് ഇതിന്റെ ഒരു കാലത്തിന്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കാണേണ്ടത് അതാണ്. ഒരേ വ്യക്തി തന്നെ ഒരു റെജിമിനെ കയറ്റാനും ഇറക്കാനും ഇതേപോലെ ഇങ്ങനെ സമരം ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന ഒരു അവസ്ഥ അത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഇറാനിലാണ് സംഭവിക്കുന്നത്. ഇതാണ് സോഷ്യൽ സർക്കംസ്റ്റൻസസ്. ഒരു വ്യക്തി അവന്റെ ചുറ്റുപാടുകൾ പ്രഷറൈസ് ചെയ്യുന്നു. ഉണ്ണാനും ഉടുക്കാനും നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ഒരു വ്യക്തി ആന്റി സോഷ്യൽ എലമെന്റായി മാറുന്നു. ഈ ജനത അനുഭവിച്ചിട്ടുള്ള സംഗതിയെ കുറിച്ചിട്ട് നമ്മൾ ഇനിയും പറയേണ്ടിയിരിക്കുന്നു. ഇതിവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മൾ ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടി കണ്ണുനീര് ഒഴുക്കിയിട്ട് വറ്റിപ്പോയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരൊറ്റ ദിവസം തന്നെ 20,000 പേരെയും 30,000 പേരെയും കൂട്ടിയിട്ട് കൊന്നിട്ട് ആ സ്വന്തം ജനതയുടെ ശവശരീരം അവരുടെ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ വിട്ടുകൊടുക്കാൻ ഓരോ ശവത്തിനും വിലയിടുന്ന അവസ്ഥയായിരുന്നു ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ ആളുകൾക്ക് കണ്ണുനീരൊഴുക്കാൻ ചില പ്രത്യേകമായ ചില തിരക്കഥകളും കഥകളും മാത്രമുണ്ട്. അത് ഗാസ അത് അവിടെ എഴുതി ഒട്ടിച്ചു വെച്ചിട്ടുള്ളതുകൊണ്ട് ബാക്കിയുള്ള ഒരു വിഷയത്തിലും ഒരു തരത്തിലുള്ള പ്രതികരണവും ഇല്ല എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതെല്ലാം കൂട്ടി വെക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇത് സത്യത്തിൽ ഇതൊരു ലിബറേഷൻ തന്നെയാണ്. ആ ഇറാനിയൻ ജനതയ്ക്കുള്ള ഒരു ലിബറേഷൻ ആയിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ വിലയിരുത്തുന്നത്. ഇത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധമായിട്ട് തന്നെ ഇതിനെ കാണണം. ആ ഒരു ടെറർ ആക്സിസ് അതിന്റെ പ്രോക്സി വാറൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഇറാനിന്റെ ആ ഒരു കാര്യത്തിനുള്ള ഒരു അവസാനമായിട്ട് ഇത് മാറണമെന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത്. ഉണ്ടാകണം, ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടാക്കും. സമാധാനം നിലനിൽക്കണം, യുദ്ധം പാടില്ല എന്ന് നമ്മൾ പറയും. പൊട്ടിക്കാനുള്ള സംഭവമൊക്കെ റെഡി. അതൊക്കെ എപ്പോഴേ റെഡി. നമ്മൾ കാണുന്നത് എന്താണ്, ഈ ഒരു സംഗതി ഉണ്ടാകുമ്പോൾ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമുള്ള അറബ് രാഷ്ട്രങ്ങളെ പോലും ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? ഇനി അത് ആക്രമിക്കാൻ വേണ്ടിയിട്ട് മിസൈൽ തൊടുത്തു വിടുന്ന സമയത്ത് തൊട്ടടുത്ത് കിടക്കുന്ന വെസ്റ്റ് ബാങ്കിലേക്ക് വരെ മിസൈൽ വീണുകൊണ്ട് ആളുകൾക്ക് പരിക്കേൽക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ലെബനോനിൽ ആളുകൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു. അതുപോലെ സിറിയയിൽ ആളുകൾ മരിക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നു. ഇതെല്ലാം അവിടെ സംഭവിക്കുകയാണ്. എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാകും. അപ്പോൾ കണ്ണും മൂക്കും ഇല്ലാതെ ഇതുപോലെ ആളുകളെ സിവിലിയൻസിനെ കൊല്ലണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ അവരെ ഏതെങ്കിലും വിധേന പരിക്കുപോലും പറ്റരുത് എന്നൊരു ലക്ഷ്യവുമില്ലാതെ കണ്ണും പൂട്ടി ഇതേപോലെ മിസൈൽ വർഷം നടത്തുന്ന ഈ ഇറാൻ എന്ന് പറയുന്നത് ഇവനത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല, അത്ര വിശാലമായിട്ട് ചിന്തിക്കണമെങ്കിൽ അതിനുള്ള മനസ്സും വേണം. ഈ ഇറാൻ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് മുദ്രാവാക്യങ്ങളുണ്ട്. ഡെത്ത് ടു ഇസ്രായേൽ, അതുപോലെ തന്നെ ഡെത്ത് ടു അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയൊരു മുദ്രാവാക്യം അത് അവിടെ വെക്കുകയാണ്. ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ ആ കൗണ്ട് ഡൗൺ അത് നശിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരു കൗണ്ട് ഡൗൺ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതി വരെയുണ്ട്. കാത്തിരുന്നോ? അപ്പോ മരണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു രാജ്യം ഇല്ലാതെയാകാൻ വേണ്ടിയിട്ടൊക്കെ കൊതിക്കുന്ന ഒരു സംഗതി, അതിന് വലിയൊരു പ്രചാരം കൊടുക്കുന്ന ഒരു രീതി, ഇതൊക്കെയാണ് ഇസ്രായേലിനെതിരെ ഈ ഇറാൻ ഇത്ര നാൾ കൈക്കൊണ്ടിട്ടുള്ള രീതികൾ എന്ന് പറയുന്നത്. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. പിന്നെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അതില് ഇറാനും ഈ പറയുന്ന ഒരു വശത്ത് നിൽക്കുമ്പോൾ ആ മറുവശത്ത് ഇസ്രായേലും USA എന്നുള്ളതിനേക്കാളപ്പുറം അറബ് രാഷ്ട്രങ്ങൾ മൊത്തത്തിൽ ഇതിന്റെ ഒരു ഇരകളായിട്ട് മാറുന്ന ഒരു അവസ്ഥയും കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി കൂടുതൽ ചിത്രങ്ങൾ വ്യക്തമാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. നിന്നെ കുറച്ചു നാളായി ഞാൻ കാണാൻ കാത്തിരിക്കായിരുന്നു. ഇതൊരു പുതിയ ക്രമമായി മാറും. ഇത് സമാധാനം തകർക്കുന്നത് ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് ആളുകൾക്ക് തിരിച്ചറിയാനുള്ള ഒരു വഴിയാകും. അതുവഴി ഇത്തരം എലമെന്റ്സിനെ കൃത്യമായി നേരിടാനുള്ള ഒരു മുന്നേറ്റത്തിന് ലോകത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.
അതിനുള്ള ഒരു ഘട്ടമായിട്ട് ഇതിനെ ഇപ്പോൾ എല്ലാവരും കാണുന്നു എന്നുള്ള രീതിയിലാണ് നമുക്കിത് കാണാൻ കഴിയുന്നത്. അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കും. നമുക്കറിയാം, ഇസ്രായേൽ രൂപം കൊണ്ട സമയത്ത് ഏറ്റവും അധികം സ്വാഗതം ചെയ്ത ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ ഈ അയത്തുള്ള അവിടെ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ മതത്തിന്റെ പേര് പറഞ്ഞ് വിദ്വേഷമുണ്ടാക്കുകയും ഇസ്രായേലിനെ ഈ ജൂതവംശജരെ മുഴുവൻ കൊന്നൊടുക്കണം എന്നുള്ള തരത്തിൽ ഒരു ക്യാമ്പയിൻ ആ രാജ്യത്തിൻ്റെതായി ഉയർന്നു വരുന്നത് അവിടെ നിന്നാണ്. നീ എന്തിനാണ് ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നറിയാം? എന്റെ കാലിലായിട്ട് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. അപ്പോൾ 47 വർഷമായി ഈ രാജ്യത്തെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ അന്ത്യം കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. 1979 മുൻപ് ഇറാൻ എങ്ങനെയായിരുന്നു? വലിയ സ്വാതന്ത്ര്യം അവിടുത്തെ സ്ത്രീകളടക്കം അനുഭവിച്ച ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ നോക്കൂ, ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയാണ്. ഈ ബുർഖ ധരിക്കാനൊന്നും തയ്യാറല്ല എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയ സ്ത്രീകളെ അടക്കം കൊല്ലാക്കൊല ചെയ്തുകൊണ്ട് അവരെ കഴിവിലേറ്റുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ എത്രയോ കണ്ടതാണ്. അപ്പോൾ അവിടുത്തെ ജനതയ്ക്ക് കൂടിയുള്ള ഒരു പോരാട്ടമാണ് അമേരിക്കയും ഇസ്രായേലും നടത്തുന്നതെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വെച്ചത്. ഇതൊരു അവസരമാണ് ഇറാനിയൻ ജനതയ്ക്ക് പോലും. വളരെ കൃത്യമായി ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓപ്പറേഷൻ റോറിംഗ് ലൈന് ഇസ്രായേൽ നേതൃത്വം നൽകുന്നത് എന്നതല്ലേ? സംശയിക്കാൻ എന്തിരിക്കുന്നു, അത് തീർച്ചയല്ലേ. ഇത്ര നാൾ കണ്ടിരുന്ന ആ പാറ്റേണിൽ നിന്നും വ്യത്യാസമാണ് ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ പ്രധാന ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത്, ഈ ആദ്യമായിട്ട് ഇസ്രായേലിനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ മുന്നോട്ട് വന്ന ഇസ്ലാമിക രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത്. അത് ഷാ ഉണ്ടായിരുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. പിന്നീട് അതിനൊരു റിവേഴ്സൽ വരുന്ന എപ്പോഴാണ്? ഇസ്ലാമിക് റവല്യൂഷൻ സംഭവിക്കുമ്പോൾ തന്നെയാണ്. അത് 79 സംഭവിക്കുന്ന സമയത്താണ്. നീ ഇവിടെ വന്നിറങ്ങിയത് മുതലാണ് എന്റെ ദുരിതം തുടങ്ങിയത്. ഈ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നതിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് മതമാണ് എന്ന് പറയുമ്പോൾ ആളുകൾക്കത് ഉൾക്കൊള്ളാൻ കഴിയാറില്ല. പ്രശ്നം അത് മതമാണ്. ഇത് പറയുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടാറില്ല. മതം മാത്രമൊന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ വിചാരം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ പിന്നെ രക്ഷയില്ല. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ പല സ്ഥലത്തുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ നമുക്കറിയാം. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ഉണ്ട്. പക്ഷെ പല വിഷയങ്ങളും ഇതുപോലെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അത് പലതും പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാറുണ്ട്. പക്ഷെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ നിൽക്കുന്ന ചില വിഷയങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു കോമൺ എലമെന്റ് കാണാൻ കഴിയുന്നു. ആ എലമെന്റ് മിക്കവാറും ഇതുപോലെയുള്ള മതം വരുന്നു. ചില മതങ്ങൾ പ്രത്യേകമായിട്ട് വരുന്നു. ഞാൻ ഒരു പ്രത്യേക മതം എന്ന് എടുത്ത് പറയുന്നില്ല, ഏതാണെന്ന് പോലും പറയുന്നില്ല, കാരണം അത് പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. ഡെത്ത് ടു ഇസ്രായേൽ എന്ന് അവിടെ എഴുതി ഒരു കൗണ്ട് ഡൗൺ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ പിന്നിൽ നിൽക്കുന്നത്? അങ്ങനെ നിൽക്കുമ്പോൾ ഇത് ഏത് നിമിഷവും ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനിന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി നേരിടുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പഞ്ചായത്ത് പോലും ബാക്കിയില്ലാതെ ഇറാൻ ഒരു ആക്രമണം നടത്തി കഴിഞ്ഞാൽ മുച്ചൂടും മുടിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ അവിടുത്തെ നിലനിൽപ്പ്. ജിയോ പൊളിറ്റിക്കൽ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. ഇത് ഇസ്രായേൽ അങ്ങോട്ട് ചെന്ന് അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. ഇവര് കാര്യങ്ങൾ കാണുന്നത് അവർക്ക് സൗകര്യത്തിനനുസരിച്ച് കഷ്ണം മുറിച്ചൊക്കെ കാണുന്നതിന്റെ പ്രശ്നമാണ്. ഇത് ഏത് വർഷം മുതൽ തുടങ്ങിയെന്ന് പറയും, 79 മുതൽ തുടങ്ങിയെന്ന് പറയുമ്പോൾ അതിനൊക്കെ ശേഷം പിന്നീട് മുന്നോട്ട് പോയി ഇപ്പോ നമ്മളെ 2023 ഒക്ടോബർ 7 ആ ഒരു പ്രോക്സി വാർ തുടങ്ങി വെച്ചത് അത് ആരാണ് അതിന്റെ പിന്നിൽ? അത് ഇറാൻ ആണെന്നുള്ളത് ഇറാൻ തന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. വേറെ ആർക്കും തർക്കമില്ല. ഇറാൻ സമ്മതിച്ചാൽ പോലും നാട്ടുകാർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ പറയുന്ന ആളുകൾ. ഇനി അതിനുശേഷം ഇവര് 2024 ഇസ്രായേലിലേക്ക് കൂട്ടി ഇതേപോലെ മിസൈലുകൾ തൊടുത്തുവിടുന്നു. ഇത് പിന്നീട് നമ്മൾ കണ്ടാണ്. അപ്പൊ ഇതെല്ലാം അവിടെ ഓർത്തു വെച്ച് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് ഈ ഹു എന്ന് പറയുന്ന 3 സഖ്യം, അതായത് ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ, ഈ 3 സംഗതികളെയും ഈ പ്രോക്സികളെയും തീർത്തതിന് ശേഷം ഇപ്പോ നേരിട്ട് ഇസ്രായേൽ ഈ പറയുന്ന അമേരിക്കയുടെ സഹായത്തോടു കൂടി ആ പ്രധാനപ്പെട്ട ഇതിന്റെ ആവശ്യത്തേക്ക് തിരിയുന്നു. അതാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അപ്പൊ ഇനി ഇതും കൂടി ശരിയാക്കി കഴിഞ്ഞാൽ തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയാം. കാരണം ഇത് നമ്മളിപ്പോ കണ്ടു, അറബ് രാഷ്ട്രങ്ങളെ പോലും ഇത് അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരികയാണ്. പിന്നെ വന്നിട്ട് ഓളയിട്ട് പേടിപ്പിക്കുന്ന ഇവിടെ ഒരു സുന്നി ഷിയ ഒരു വടംവലി പോലത്തെ ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ UAE സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൗദിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ ഒരു അപ്രമാദിത്യം വേണമെന്നുള്ള തലത്തിലൊന്നും എല്ലാ കാര്യങ്ങളും നിലനിൽക്കുക. അവർക്ക് അവരുടെ പൊസിഷനും അവരുടെ ഗോത്രവും അവരുടെ ആ ഭരണവും നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രയോറിറ്റി എപ്പോഴും, അവരുടെ ബിസിനസ്സും അവരുടെ കാര്യങ്ങളും. പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. മിഡിൽ ഈസ്റ്റ് അവരുടെ കൺട്രോളിലേക്ക് വരണം എന്നൊരു ഒരു ലക്ഷ്യം എപ്പോഴും കൊണ്ടു നടക്കുന്ന ഒരു രീതി നമുക്കത് അവിടെ കാണാൻ കഴിയും. ഇനിയെങ്കിലും ഈ തറ വേലയിളക്കി നിർത്തി അവനെ
എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. കുറച്ചെങ്കിലും അതിന് കൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു എതിർവശത്ത് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയുക സൗദി അറേബ്യയാണ്. പക്ഷെ അതുപോലെ ഇപ്പോൾ ഒരുപാട് പിന്നോട്ട് പോയിരിക്കുന്നു. കാരണം മറ്റു പല രാജ്യങ്ങളും, പ്രധാനമായിട്ട് UAE ഒക്കെ അതിൽ നിന്ന് ഒരുപാട് പിന്നോട്ട് പോയിരിക്കും. അബ്രഹാം അക്കോർഡ്സ് ഒക്കെ ആയിട്ട് അവർ സഹകരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇതൊരു വലിയ മാറ്റം തന്നെയാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ഇത് ലോകക്രമം മാറുന്നു എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് സമാധാനം എന്ന് പറയുന്ന വിഷയത്തെ നമ്മൾ കാണുന്നതും യുദ്ധം എന്ന് പറയുന്ന സംഗതിയെ കാണുന്നതും ഒക്കെ തന്നെ മൊത്തത്തിൽ മാറുന്നതിനും കൂടി ഒരു വഴിയാണ്. പ്രധാനമായിട്ട് ഇറാനിയൻ ജനത ചോദിക്കുകയായിരുന്നു, ഇത് ഈ ഒരു റെജിമിനെ താഴെ ഇറക്കാൻ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ, ഹെൽപ്പ് ചെയ്യൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇവിടെ ട്രംപ് പോലും പറയുന്നത് കേട്ടു, ഞങ്ങളെ കൊണ്ടാവുന്ന ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ പറഞ്ഞു വെക്കുമ്പോൾ ഇത് എത്രമാത്രം ആണ് ഇതിന്റെ ഒരു ആഴമെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക.